നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് രോഹിത്തിന് വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. തന്റെ അമ്മ മുറിയിലേക്ക് കയറി വന്നിരിക്കുന്നു. ഇതങ്ങനെ പതിവുള്ള കാര്യങ്ങളൊന്നും അല്ല. വന്നിട്ട് വൈജയന്തി ചോദിച്ചു, നീ കിടന്നായിരുന്നോ? ഇല്ലാന്ന് പറഞ്ഞു. എങ്കിൽ നീ ഇങ്ങോട്ട് ഇരിക്കുക, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രോഹിത് ഓർത്തു, ഇതെന്താ പതിവില്ലാത്ത ഇങ്ങനെ ഒരു കാര്യം? സാധാരണഗതിയിൽ അമ്മ ഇങ്ങനെയൊന്നും അല്ല, തന്നോട് ഇങ്ങനെ സംസാരിക്കാനായിട്ട് വരാറുള്ളതും അല്ല. അല്ല എടാ, ഇന്നലെ നീ കുളത്തോപ്പുഴയ്ക്ക് പോയെന്ന് പറഞ്ഞില്ലേ? നിന്റെ അച്ഛൻ പറഞ്ഞിട്ടാണോ പോയത്? നിന്റെ അച്ഛൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോന്ന് ചോദിച്ചു. എന്നോടോ? അപ്പോഴേക്കും രോഹിത്തിന് അപകടം മടുത്തു. കാരണം അമ്മയുടെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അമ്മയുടെ പൂർവ്വകാല ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ താൻ അറിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം മനസ്സിലുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അമ്മ ഇങ്ങനെ ചോദിക്കുന്നത്. പെട്ടെന്ന് രോഹിത് ജാഗരൂകനായി. രോഹിത് പറഞ്ഞു, അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു. എന്ത്? വൈജയന്തി ഒന്ന് ഞെട്ടി. അത് പിന്നെ എല്ലാ കാര്യങ്ങളും നല്ലപോലെ പഠിക്കണം. പിന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ ശേഷം കുടുംബം നോക്കണം ഞാനല്ലേ? ഭവിതയുടെയും കൃഷ്ണമ്മയുടെയും കാര്യങ്ങളൊക്കെ പിന്നീട് ഞാനല്ലേ നോക്കണ്ടേ? അതിനെക്കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. ഇതെന്താടാ, അച്ഛൻ എന്നെ എല്ലാ കാര്യങ്ങളും നിന്നെ ഏൽപ്പിച്ചിട്ട് വല്ല സന്യാസത്തിനും പോവുകയാണോ? അതെ, ഒരു കണക്കിന് പറഞ്ഞ അച്ഛൻ ഇപ്പൊ സന്യാസ ജീവിതമാണല്ലോ ഇവിടെ നയിക്കുന്നേ. രോഹിത്തും വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചില്ല. അത് കേട്ടപ്പോ വൈജയന്തി പറഞ്ഞു, അതേടാ, നിന്റെ അച്ഛൻ സന്യാസത്തിലാ. അതെ, എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാ. അവളിവിടെ ഉണ്ടായിരുന്നല്ലോ, ഒരു വീട്ടുവേലക്കാരി. അവളിവിടുന്ന് ചാടിപ്പോയതിന്റെ ദേഷ്യമാ അവളിവിടുന്ന് പറഞ്ഞു വിട്ടത്. നിന്റെ അച്ഛൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ പേരിലാണ്. എന്തൊക്കെയായിരുന്നു. സ്വന്തം മകളായിരുന്നു പറഞ്ഞിട്ട് തലേ കയറ്റി വെച്ചോണ്ട് നടക്കുമായിരുന്നല്ലോ. ബാക്കിയുള്ളവരുടെ കൈയും കൊണ്ട് ഉണ്ടാക്കിയ ഒരു ചായ പോലും അങ്ങേർക്ക് വേണ്ടായിരുന്നു. എല്ലാത്തിനും അവള് മതിയായിരുന്നു, തൊട്ടതിനും പിടിച്ചതിനും എല്ലാം. എന്നിട്ടിപ്പം അവള് പോയി കഴിഞ്ഞപ്പോ അതും കൂടെ സഹിക്കാൻ പറ്റുന്നില്ല. അമ്മേ, അമ്മ എന്തിനാ ഇങ്ങനെ വേണ്ടാത്ത വർത്താനമൊക്കെ പറയുന്നേ? അലിയന് ചേച്ചിട്ട് പാവാ. പിന്നെ പാവം. എടാ, നിന്റെ അമ്മയെ വേണ്ടെന്ന് വെച്ചേ നിന്റെ അച്ഛൻ തന്നെയാണോന്ന് ചോദിച്ചു. അച്ഛനല്ല വേണ്ടെന്ന് വെച്ചേ, നിന്റെ അമ്മ തന്നെയാ വേണ്ടെന്ന് വെച്ചേ. ഇത് അമ്മ തന്നെ പറയണം. പക്ഷേ ഞങ്ങൾക്ക് തോന്നേ അമ്മയെ വേണ്ടെന്ന് വെച്ച അച്ഛൻ തന്നെയാ. അതുകൊണ്ടാണല്ലോ അമ്മയ്ക്ക് അച്ഛനിപ്പോ പുല്ല് വില തരുന്നത്. അച്ഛനെ ഭരിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിലേ അച്ഛൻ അതൊന്നും ഇഷ്ടപ്പെടത്തില്ല. ഇത്രയും കാലം അച്ഛൻ അമ്മ പറയുന്നൊക്കെ കേട്ട് അനുസരിച്ചുകൊണ്ട് വന്നു. പക്ഷെ ഇപ്പൊ അച്ഛൻ്റെതായ കാര്യങ്ങൾ അച്ഛനുണ്ട്. ഇത് കേട്ടപ്പോ വൈജയന്തിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓഹോ, അപ്പൊ നീ നിന്റെ അച്ഛനും എല്ലാരും കൂടെ ചേർന്നിട്ട് ഞങ്ങൾ എന്നെ തോൽപ്പിക്കാനായിരിക്കും അല്ലേ? അമ്മ ഇത്രയും കാലം അച്ഛനെ തോൽപ്പിച്ചോണ്ടിരുന്നേ. എന്താടാ നീ പറഞ്ഞേ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അമ്മ ചെയ്യും, അല്ലെങ്കിൽ അച്ഛനെ കൊണ്ട് ചെയ്യിക്കാൻ നിർബന്ധിക്കും. അച്ഛനെ തലയിൽ അടിച്ചേൽപ്പിച്ചു വെക്കും. അച്ഛൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ അമ്മ സമ്മതിച്ചിട്ടുണ്ടോ? ഞാൻ ജനിച്ചപ്പോൾ മുതൽ കാണുന്ന ഇത്. അമ്മയ്ക്ക് ഒരുമാതിരി മേധാവിത്വമായിരുന്നു. എപ്പോഴും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അച്ഛനെ അടിച്ചേൽപ്പിക്കും. എടാ, എൻ്റെ ഇഷ്ടക്കേട് ഞാൻ എവിടെയും കാണിക്കും. അതിനിയാണെങ്കിലും ഞാൻ കാണിക്കുക തന്നെ ചെയ്യും. മറ്റുള്ളവരെ സൂചിപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. ആയിക്കോട്ടെ, അതുപോലെ തന്നെ അച്ഛനും ഇല്ലേ? അച്ഛന് അച്ഛൻ്റെതായ വ്യക്തിത്വം ഇല്ലേ? അതെന്താ അമ്മ മനസ്സിലാക്കാത്തേ? രോഹിത്തിന് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. എടാ, എന്നാലും നീ ഇത് എന്നോട് തന്നെ പറയണ. അമ്മേ, അച്ഛൻ ഇപ്പൊ അച്ഛന്റെ ഇഷ്ടം ചെയ്യുന്നു, അമ്മ അമ്മയുടെ ഇഷ്ടം ചെയ്യുമ്പോൾ അച്ഛൻ അച്ഛന്റെ ഇഷ്ടം ചെയ്യുന്നു. അതിന് അച്ഛനെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. കുറെ ആയി കഴിയുമ്പോൾ എല്ലാ മനുഷ്യന്മാരും മടുക്കും. ഒട്ടും സൂഹിക്കുന്നുണ്ടായിരുന്നില്ല വൈജയന്തിക്ക് രോഹിത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ. പിന്നീട് വൈജയന്തി പറഞ്ഞു, എന്നെ ഇപ്പം നിന്റെ അച്ഛന് ഇഷ്ടമില്ലാതായി. എന്തുകൊണ്ടാ ഇഷ്ടമില്ലാതായത്? ഇപ്പം പഴയ സൗന്ദര്യമൊന്നും എനിക്കില്ല. പുതിയ വേലക്കാരി വന്നു കഴിഞ്ഞപ്പോ അവൾക്ക് ഇത്തിരി സൗന്ദര്യം കൂടിക്കഴിഞ്ഞപ്പം ഞാൻ ചോര നീരും വെറ്റിയോളായി കഴിഞ്ഞപ്പോ എന്നെ വേണ്ട, എന്നെ മനഃപൂർവ്വം നൈസായിട്ട് ഒഴിവാക്കാനായിട്ടാ നിന്റെ അച്ഛൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവളെ കണ്ടു കഴിഞ്ഞപ്പോ. അത് കേട്ടപ്പോ രോഹിത്ത് പറഞ്ഞു, അമ്മ തന്നെയാണ് അമ്മയുടെ വില ഇല്ലാതാക്കുന്നേ, അല്ലാതെ വേറുള്ളവരൊന്നും അല്ല. അമ്മയൊന്ന് ആലോചിച്ച് നോക്കേ. അമ്മ ഇത്രയും കാലം അച്ഛൻ ശരിക്കും സഹിക്കുമായിരുന്നു. അതെന്തുകൊണ്ട് അമ്മ മനസ്സിലാക്കുന്നില്ല? അമ്മയുടെ ഈഗോയും ഫ്രസ്ട്രേഷനും എല്ലാം അമ്മ അച്ഛൻ്റെ മേലെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അച്ഛൻ അതെല്ലാം സഹിച്ച് ഒന്നും മിണ്ടാനും പറയാനും വയ്യാതെ അച്ഛൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരു കുടുംബം അല്ലേന്ന് കരുതിയിട്ട്, മക്കളുണ്ടായപ്പോലെന്ന് കരുതിയിട്ട്. ഇതൊക്കെ അച്ഛന് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാ. പക്ഷെ അത് മനസ്സിലാക്കാതെ പോയാൽ അമ്മയാണ്. അമ്മയുടെ തന്നിഷ്ടങ്ങളും മുൻകോപങ്ങളും എല്ലാം അച്ഛൻ്റെ മേലെ അടിച്ചേൽപ്പിക്കുമായിരുന്നു. ശരിയല്ലേ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്കൂളില് ടീച്ചർമാര് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് വടി ഒങ്ങി നിൽക്കുന്ന മോണക്ക് അമ്മ ഒരു വടിയും പിടിച്ചോണ്ട് അങ്ങോട്ട് കൽപ്പിക്കും. അത് ചെയ്യുക ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞോണ്ട് അച്ഛൻ്റെതായ ഒരഭിപ്രായം പറയാനുള്ള അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തിനേറെ പറയണു, ഞാൻ ജനിച്ചപ്പോൾ മുതൽ കാണുന്നല്ലേ അമ്മ അച്ഛൻ എന്തെങ്കിലും ഒരു ബഹുമാനം കൊടുത്തിട്ടുണ്ടോ? ഇന്ന് വരെ ബഹുമാനം കൊടുത്ത ഒരു കാര്യം സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല.
അമ്മ ശരിക്കും എല്ലാം കൂടെ അടിച്ചേൽപ്പിക്കുമായിരുന്നു. എന്തേലും ഒരു ദിവസം ഒരു കറി വെച്ച് കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അമ്മ പറയും, ഇത് നല്ല കറിയാ, എനിക്കറിയാം, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛനെ ചീത്ത പറയും. ആ ഒരു സ്വഭാവ. പിന്നെ അച്ഛനും കൂടെ സഹിച്ച് ക്ഷമിച്ചും പോയി. ഒടുവില് അച്ഛൻ മടുത്തു കഴിഞ്ഞിട്ടാണ് അമ്മയെ വേണ്ടെന്ന് വെക്കുന്നത്. എന്താടാ, നിന്റെ അച്ഛൻ നിന്നോട് പറഞ്ഞോ അമ്മയെ വേണ്ടെന്ന്? അത് കേട്ട് കഴിഞ്ഞപ്പോൾ രോഹിത് പറഞ്ഞു, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? കണ്ടാ മനസ്സിലാകുന്ന പ്രായമായില്ലേ ഞങ്ങൾക്ക്. ഞങ്ങള് കുഞ്ഞു കുട്ടികളൊന്നും അല്ലല്ലോ. ഞാനും ബബിതയും കൃഷ്ണയൊക്കെ ഞങ്ങള് പ്രായപൂർത്തിയായ കുട്ടികളല്ലേന്ന് ചോദിച്ചു. ഓ, നിങ്ങളൊക്കെ പ്രായപൂർത്തി തികഞ്ഞവരായിരിക്കും അല്ലേന്ന് ചോദിച്ചു. അതെ, കൃഷ്ണമോൾക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായമായി. അവള് ചെറിയ കുട്ടിയൊന്നും അല്ല. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കാതെ പോയ ആളെ അമ്മയാണ്. അമ്മയുടെ തലയിലേക്ക് ഇപ്പോഴും ഒന്നും കേറിയിട്ടൊന്നുമില്ല. അപ്പോഴേക്കും വൈജയന്തിക്ക് ദേഷ്യം വന്നു. അതേടാ, നീയൊക്കെ നിന്റെ അച്ഛന്റെ സൈഡ് പിടിച്ചോ. നീയൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് കൈങ്ങട് കാണിക്കുകയാണ്. എന്നിട്ട് നിന്നെയൊക്കെ ഈ പരുവാക്കിയെടുത്ത ഞാനാണ്. നീ ഉണ്ടായിരുന്ന സമയത്ത് പിന്നീട് വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. എടാ, നീയൊക്കെ എന്റെ മുലപ്പാല് കുടിച്ചാടാ വളർന്നേ. നീയൊക്കെ മലത്തിലും മൂത്രത്തിലും കിടക്കുന്ന സമയത്ത് നിന്നെയൊക്കെ ശുശ്രൂഷിച്ചിരുന്നത് ഞാനാ. അത് മാത്രമല്ല 4 ലക്ഷം പറഞ്ഞു തന്നതും സ്കൂളിൽ പോകുന്ന സമയത്തും പിന്നെ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നിന്നെയൊക്കെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത് ഞാനായിരുന്നു പറഞ്ഞു. ആ സമയത്തൊക്കെ നിന്റെ അച്ഛൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രോഗത്തിന് ചിരി വന്നു. അമ്മ എന്ത് വർത്താനോ അമ്മ പറയണേ? അതൊക്കെ അമ്മയുടെ ഡ്യൂട്ടിയാ. മൃഗങ്ങളാണെ പോലും സ്വന്തം കുഞ്ഞുങ്ങളെ നക്കി തുടച്ചാണ് കൊണ്ടു നടക്കുന്നത്. അമ്മയ്ക്കൊരു വിചാരമുണ്ട് ഇത് അമ്മ മാത്രം ചെയ്യുന്നതെന്ന്. പിന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് എന്തോ ഒരു വലിയ ത്യാഗം ചെയ്യുന്ന പോലെയല്ലേ അമ്മ ഇതൊക്കെ പറയണേ? ഇതൊക്കെ അമ്മയുടെ ഡ്യൂട്ടിയാ. മക്കളുണ്ടായിട്ട് നോക്കണം. അച്ഛൻ അച്ഛന്റെ ഡ്യൂട്ടി ചെയ്യും, അമ്മ അമ്മയുടെ ഡ്യൂട്ടി ചെയ്യും. അതേടാ, അപ്പൊ അമ്മ ഇതുവരെ ചെയ്തതിനൊന്നും ഒരു വിലയില്ല. നിന്റെ അച്ഛൻ ചെയ്തതിനൊക്കെയാ വിലയുള്ളല്ലേ? എനിക്കറിയാം ഇത് ഇങ്ങനെയൊക്കെയാ വരുവളെന്ന്. അച്ഛനാണല്ലോ നിന്റെയൊക്കെ വലിയ മഹാത്യാഗി. അതാണ് എനിക്ക്. വൈജയന്തിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അല്ല, സംശയം എന്താ അമ്മേ? രോഗത്തിന് നല്ല ദേഷ്യമായിരുന്നു. വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അച്ഛന്റെ അമ്മയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോ അച്ഛനാണ് ത്യാഗി. അല്ല, ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉറവിടം അമ്മയാണല്ലോ. അമ്മയാണല്ലോ ഓരോരോ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നേ. ഞങ്ങൾ ഇന്നും ഇന്നലെയല്ല കാണുന്നേ. പ്രശ്നമില്ലാത്തടത്ത് കുത്തി കുത്തി അമ്മ ഓരോ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒടുവില് എടാ, ഞാനാണോടാ ഓരോന്നും വരുത്തി വെക്കുന്നേ? ഇപ്പൊ തന്നെ ഈ പ്രശ്നത്തിന് എല്ലാം ഉറവിടം നിന്റെ അച്ഛനല്ലേ? എവിടെയോ കിടന്ന് ഒരുത്തിനെ വിളിച്ചോണ്ട് വന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതൊന്നും വേണ്ടാന്ന് സമ്മതിച്ചില്ല. എന്നിട്ടോ എന്നെക്കാളും അവൾക്ക് സ്ഥാനം കൊടുത്തു കഴിഞ്ഞപ്പോ അല്ലേ ഞാന് ഇതൊക്കെ ചെയ്തേ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യോ? ഞാൻ ഈ വീട് വിട്ടുപോകാൻ കാരണം എന്തായിരുന്നു? അവൾ ഒറ്റ എഴുത്തിയല്ലേ? എന്നിട്ടോ നിന്റെ അച്ഛനും വലിയ ആള് കളിച്ചു. ഇപ്പൊ നീയൊക്കെ പറയുന്നത് നിന്റെ അച്ഛൻ വലിയ ത്യാഗി. അവളെ കൊണ്ടുവന്ന് ഇവിടെ കയറ്റി താമസിപ്പിച്ചു. പിന്നെ നീയും നിന്റെ അനുജിത്തിമാരും എല്ലാം അവളുടെ പക്ഷത്തായിരുന്നല്ലോ. ഇപ്പം പെറ്റമ്മയായി ഞാൻ അവിട്ട്. എനിക്ക് ഈ കുടുംബത്തിൽ ഒരു സ്ഥാനമില്ല. അത് മാത്രമല്ല, ഇപ്പൊ നീയും നിന്റെ അച്ഛനും എല്ലാം ഒന്നിച്ചായിരിക്കുന്നു. അല്ല, നേരത്തെ നിന്റെ അച്ഛൻ മാത്രം അവളെ കാണാൻ പോകണ്ടായിരുന്നുള്ളല്ലോ. ഇപ്പൊ എന്ത് പറ്റി? നിന്നെയും കൂട്ടിക്കൊണ്ട് പോവാന്ന് വെച്ചേ? എന്താടാ, വീട്ടിൽ ജോലിക്ക് എന്നൊരു ജോലിക്കാരിയെ കാണാൻ പോവാനായിട്ട് നിന്നെയും കൂട്ടിക്കൊണ്ട് നിന്റെ അച്ഛൻ പോയത്? അതെ, ചില കാര്യങ്ങളുണ്ടായിട്ടോ. എന്ത് കാര്യം? അച്ഛന് ചില കടപ്പാടുകളൊക്കെ ഉണ്ട് അലീന ചേച്ചിയോട്. കടപ്പാടോ? എന്ത് കടപ്പാട്? അതൊന്നും അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയ്ക്കൊന്നും മനസ്സിലാക്കാനും പറ്റില്ല. അമ്മ, ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഒരിക്കലും മറന്ന് ജീവിച്ചുകൂടാ. അച്ഛനൊരു അസുഖം വന്നു കഴിഞ്ഞപ്പോ അച്ഛന് താങ്ങായി നിന്ന് അലീന ചേച്ചി അച്ഛനെ ശുശ്രൂഷിച്ചതും അതുപോലെ തന്നെ അമ്മ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയല്ലോ. അങ്ങനെ ആക്സിഡന്റ് ആയി അമ്മ പോയി കിടക്കുന്ന സമയത്തൊക്കെ ഈ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി കുടുംബത്തെ മുന്നോട്ട് നയിച്ച അലീന ചേച്ചിയായിരുന്നു. എന്തിനേറെ പറയുന്നു, ഞാൻ ജയിലിലായ സമയത്തും എന്നെ ഇറക്കാനായിട്ട് അലീന ചേച്ചി നന്നേ പാടുപെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ കുടുംബത്തിലെ ഓരോ കാര്യങ്ങളും അലീന ചേച്ചി അത്ര കൃത്യതയോടെ ചെയ്തുകൊണ്ടിരുന്നത്. ഈ കുടുംബത്തിലൊരു അംഗത്തെ പോലെ. അതൊന്നും അച്ഛനെ ഞങ്ങൾക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എൻ്റെ ഭവിതയുടെ കൃഷ്ണമോളുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്ന അലീന ചേച്ചിയായിരുന്നു. അലീന ചേച്ചിയുടെ അഡ്രസ്സും കാര്യങ്ങളും ഞാൻ ചോദിച്ചായിരുന്നു എനിക്ക് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അച്ഛൻ അഡ്രസ്സ് തന്നില്ല. പകരം എന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി അലീന ചേച്ചിയെ കാണിച്ചു തന്നു. അതാണ് അച്ഛൻ്റെ മഹത്വം. പിന്നെ ആരെങ്കിലും ഒരാൾ ഒരു ഉപകാരം ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അത് മറക്കുന്നവനല്ല അച്ഛന്. ആ നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ട്. ഒരു നന്ദിയും കടപ്പാടും. നീ ഒരു കാര്യം ചെയ്യ, അവളുടെ അഡ്രസ്സ് ഇങ്ങോട്ട് താട്ടെ. ഞാൻ അവളെ ഒന്ന് കാണാൻ പോട്ടെ. എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. ഇത്രയൊക്കെ സഹായങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തു തന്നല്ലേ? വേണ്ട, അമ്മയ്ക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. അതെന്താടാ? ഞാൻ അവിടേക്ക് പോയിട്ടുണ്ട്, എന്താ പ്രശ്നം? അമ്മ കണ്ട ആകാശം ഇടിഞ്ഞു വീഴുവോ? ചിലപ്പം ആകാശം ഇടിഞ്ഞു വീഴേക്കും. അമ്മ ചിലപ്പോ ബോധം കെട്ട് വീണേക്കും എന്ന് പറഞ്ഞു. ബോധം കെട്ട് വീഴാനോ? അതെന്താടാ? അവിടെ എന്താടാ? അവിടെ അങ്ങനെ എന്തേലും ഉണ്ടോന്ന് ചോദിച്ചു. ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. വൈജയന്തി ഒന്ന് ഞെട്ടി. എന്താടാ? നീയും നിന്റെ അച്ഛനും അവളും ഒക്കെ തമ്മിലൊരു ഒളിച്ചുകളി ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ടല്ലോ. ഒരു കാര്യം ഞാൻ പറയാം, എന്താണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും.
എങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യുക, അമ്മ പോയി കണ്ടുപിടിച്ചിട്ട് വാ, എനിക്കിത് കൂടുതലൊന്നും പറയാനില്ല എന്നും പറഞ്ഞ് രോഹിത് ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. വൈജയന്തിക്ക് ആ പട പേടിയായിപ്പോയി. ഇവൻ എന്തൊക്കെയോ ഉദ്ദേശിക്കുന്നുണ്ട് മനസ്സിൽ, എന്താന്ന് പക്ഷെ വൈജയന്തിക്ക് മനസ്സിലായതുമില്ല. അപ്പൊ അതിന്റെ കഥകളൊക്കെയാ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.